ഈശോയുടെ മുമ്പിൽ കിടക്കുന്ന ആ തളർവാദ രോഗിയോട് ഈശോ ഏറ്റവും ആദ്യം പറഞ്ഞെന്താ? ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ 5 കാര്യങ്ങൾ ഈശോ ചെയ്തു. ഒരു മനുഷ്യ വ്യക്തിയിൽ എത്ര കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞത്? എത്ര മേഖലയുണ്ട്? ഈ 5 മേഖലയിൽ 5 കാര്യങ്ങൾ കൊണ്ട് ഈശോ കൊടുത്ത സൗഖ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം എന്താ പറഞ്ഞത്? 9:2 കണ്ടോ? അവരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയോട് അരുളി ചെയ്തു. അതാണ് ആദ്യത്തെ വാക്ക്. ഉണ്ടോ? അതുവരെ അവൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യത്തെ അരുളി ചെയ്തു. എന്താ പറഞ്ഞത്? മകനെ. ഒരു കോമ ഇട്ടായ അർത്ഥമുണ്ട്. വെറുതെ ഒന്നും കോമ ഇടില്ല അല്ലേ? കോമ ഉണ്ടെങ്കിൽ വായിച്ചു പോയതുപോലെ പോകരുത്. നീ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണം. അതാണ് മകനെ. ഹല്ലേലൂയ. മകനെ എന്ന വാക്ക് എന്ത് വാക്കാ? സ്നേഹത്തിന്റെ വാക്കാണോ? മോളെ, എൻ്റെ അച്ഛ, എന്നെ എപ്പോഴെങ്കിലും ഒന്ന് മകനെ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. എന്നാലുണ്ടല്ലോ അപ്പനോട് എനിക്ക് അമ്മയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ ഭാര്യ പറയും, എൻ്റെ ഭർത്താവ് ഇന്ന് വരെ മോളേന്നൊന്നും വിളിച്ചില്ല, എടീന്നേ വിളിക്കുള്ളൂ. അങ്ങനെ അപ്പം ഈ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഭർത്താവിൽ നിന്ന് വല്ലപ്പോഴെങ്കിലും എന്ത് വിളിയാക്കാൻ? മോളെ. ഹല്ലേലൂയ. കളിയാക്കാതെ ഭർത്താക്കന്മാരെ സ്ഥിരം ഭാര്യമാരെ മോളെ എന്ന് വിളിച്ച് നോക്കിയോ, ഡിമാൻഡ് കൂടും. എന്ന് മാത്രമല്ല, നിന്നെ കൂടുതൽ സ്നേഹിച്ച് ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ? ആ വാക്ക് സ്നേഹത്തിൻ്റെ വാക്കാണ്. 1 കേട്ടോ, മകനെ അല്ലെങ്കിൽ മകളെ എന്ന വാക്ക് 1 സ്നേഹത്തിൻ്റെ വാക്കാ. 2 അംഗീകാരത്തിൻ്റെ വാക്കാ. 3 അത് പ്രോത്സാഹനത്തിൻ്റെ വാക്കാ. 4 അഭിനന്ദനത്തിൻ്റെ വാക്കാ. അപ്പോൾ ഈ മകനെ അല്ലെങ്കിൽ മകളെ എന്ന വിളിക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന 4 കാര്യങ്ങളുണ്ട്. 1 അത് എന്തിൻ്റെ വാക്കാ? സ്നേഹത്തിൻ്റെ വാക്കാ. 2 അത് അംഗീകാരത്തിൻ്റെ വാക്കാ. 3 അത് പ്രോത്സാഹനത്തിൻ്റെ വാക്കാ. 4 അത് അഭിനന്ദനത്തിൻ്റെ വാക്കാ. അപ്പോൾ എന്താണെന്നറിയാവോ? ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സ് മുറിവേൽക്കുന്നത് ആ മനുഷ്യ വ്യക്തിയുടെ മനസ്സിൽ മുറിവുണ്ടാകുന്നത് വാക്കും പ്രവൃത്തിയും പെരുമാറ്റം പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ അടുത്തത് എഴുതി വെച്ചോ. 2ാമത്തെ കാര്യമാണ്. 1 ഒരു വ്യക്തിയിൽ 5 മേഖലകൾ. ഇനി 2ാമത്തെ കാര്യം മനസ്സ്. എന്താണ് മനസ്സ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മനസ്സ് ആത്മാവുമായിട്ട്, ശരീരവുമായിട്ട്, സ്വഭാവമായിട്ട്, ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. ഈ ബന്ധം ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ 4 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ പേരാണ് മനസ്സ്. അപ്പോൾ അടുത്ത് നിങ്ങൾ എഴുതാൻ പോകണം. എന്താ മനസ്സ്? മനസ്സ് എന്ന് പറഞ്ഞാൽ അനേകം അനുഭവങ്ങൾ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു കലവറയാണ് മനസ്സ്. അനേകം അനുഭവങ്ങൾ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു കലവറയാണ് മനസ്സ്. എന്താ? അനേകം അനുഭവങ്ങൾ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു കലവറയാണ് മനസ്സ്. എങ്കിൽ ഈ മനസ്സിനെ 2ആയിട്ട് തിരിക്കാം. 1 ആരോഗ്യമുള്ള മനസ്സ്, 2 മുറിവേറ്റ മനസ്സ്. ആരോഗ്യമുള്ള മനസ്സ്, മുറിവേറ്റ മനസ്സ്. ഇനി ആരോഗ്യമുള്ള മനസ്സ് എങ്ങനെയാണ് ആരോഗ്യമുള്ള മനസ്സാകുന്നത്? ആരോഗ്യമുള്ള മനസ്സ് എഴുതിക്കൂ. സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം, നല്ല വാക്കുകൾ. 5 കാര്യം പറഞ്ഞു. സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം, നല്ല വാക്കുകൾ. ഈ 5 കാര്യങ്ങൾ അടുത്ത് കേട്ടു. കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന്, ഈ കിട്ടേണ്ട വ്യക്തികൾ ആരെല്ലാം പെടും? അപ്പം പെടും, അമ്മ പെടും, ഭാര്യ പെടും, ഭർത്താവ് പെടും, സഹോദരൻ പെടും, സഹോദരി പെടും, അധികാരികൾ പെടും, സഹപ്രവർത്തകരും, കൂടെ ജോലി ചെയ്യുന്നവർ, കൂടെ പഠിക്കുന്നവർ, ഇങ്ങനെ ഇന്ന് വരെ കണ്ടുമുട്ടിയ മനുഷ്യ വ്യക്തികൾ. അപ്പോൾ വ്യക്തികളിൽ നിന്ന് സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം, നല്ല വാക്ക് കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന്. 2ാമത്തത് കിട്ടേണ്ട സമയത്ത്. 3ാമത്തത് കിട്ടി വളരുന്ന മനസ്സ്. സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം, നല്ല വാക്ക് കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന്, കിട്ടേണ്ട സമയത്ത്, കിട്ടേണ്ട രീതിയിൽ കിട്ടി വളരുക. 4 കാര്യം. സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം, നല്ല വാക്ക് കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന്, കിട്ടേണ്ട സമയത്ത്, കിട്ടേണ്ട രീതിയിൽ കിട്ടി വളരുന്ന മനസ്സിനെയാണ് ആരോഗ്യമുള്ള മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷം തന്ന അനുഭവം, വേദന തന്ന അനുഭവം, 2 വിധത്തിലുള്ള അനുഭവം നമുക്കുണ്ടാകും. ഈ മനസ്സിൽ 2 വിധത്തിലുള്ള അനുഭവം ഉണ്ടാകും. 1 സന്തോഷം തന്ന അനുഭവം,
2 വേദന അല്ലെങ്കിൽ നൊമ്പരം അല്ലെങ്കിൽ മുറിവ് തന്ന അനുഭവം. ഇനി സന്തോഷം തന്ന അനുഭവങ്ങൾ ഓരോന്നും നമ്മളെ വളർത്തി. സന്തോഷം തന്ന അനുഭവങ്ങൾ ഓരോന്നും നമ്മളെ വളർത്തി. വേദന തന്ന അനുഭവങ്ങൾ ഓരോന്നും നമ്മളെ തളർത്തി. അപ്പം നമുക്ക് സൗഖ്യം കിട്ടേണ്ടത് വേദന അല്ലെങ്കിൽ മുറിവേറ്റ അവസ്ഥകളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച്, ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു രോഗം 2019 ആ രോഗത്തിനൊരു പേരുണ്ട്, കൊറോണ, COVID-19. അപ്പം 19ൻ്റെ അവസാനം 20. അങ്ങനെ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയൊരു രോഗമായിരുന്നു കോവിഡ്. കോവിഡ് വരാത്തവരെന്ന് കൈയുയർത്തിക്കേ. കോവിഡ് വരാത്തവർ, കോവിഡ് രോഗം വരാത്തവർ കൈയുയർത്തി കൈവീശി കാണിക്കും. കണ്ടോ, ഇത്രയും പേർക്ക് വന്നില്ല. വന്നവരും വരാത്തവരും എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുത്തേ. പ്രൈസ് ദി ലോർഡ്. ആ കോവിഡ് വരാത്തത് എന്ന് അഭിമാനത്തോടെ കൈയുയർത്തില്ലേ? നിങ്ങളെക്കുറിച്ച് അഭിമാനമുണ്ട്. വരാത്തത് കൈയുയർത്തിയില്ലേ? നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ കോവിഡ് വരാത്തത്? എന്തുകൊണ്ടാണ് കോവിഡ് വരാതിരുന്നത്? അതെ അച്ഛാ, ഞങ്ങൾ പുറത്തിറങ്ങാതെ ഇങ്ങനെ ജപമാല ചൊല്ലി ബൈബിള് വായിച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആരുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതെ ഞങ്ങൾ മുറിയിൽ തന്നെ കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് കോവിഡ് വരാഞ്ഞത്. ആണോ? ആണോ? എന്തുകൊണ്ട് നിങ്ങൾക്ക് കോവിഡ് വന്നില്ല? കോവിഡ് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കോവിഡിൻ്റെ അണുവിന് നിങ്ങളുടെ ശരീരത്തെ തൊടാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു, പ്രതിരോധ ശക്തി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ അണുവിനെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ വരാത്ത ആൾക്കാർ വന്ന ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്തില്ലേ? ഒന്നിച്ച് യാത്ര ചെയ്തില്ലേ? ഒന്നിച്ച് വീട്ടിൽ താമസിച്ചില്ലേ? എന്നിട്ട് വരാത്തതിൻ്റെ കാരണം എന്താ? വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ ഈ കോവിഡിൻ്റെ അണുവിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശക്തി ഉണ്ടായിരുന്നത് കൊണ്ട് കോവിഡിൻ്റെ അണുവിന് നിങ്ങളുടെ ശരീരത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? തൊടാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് കോവിഡിൻ്റെ അണുവിനെ തൊടാൻ പറ്റാത്തത്. ഇതുപോലെ നിന്റെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സാണെങ്കിൽ എങ്ങനെ ഒരു വ്യക്തിയുടെ മനസ്സ് ആരോഗ്യമുള്ള മനസ്സാകും? അതാണ് ഞാൻ പറഞ്ഞു തന്നത്. സ്നേഹം, അംഗീകാരം, പ്രോത്സാഹനം, അഭിനന്ദനം, നല്ല വാക്ക് കിട്ടേണ്ട വ്യക്തികളിൽ നിന്ന് കിട്ടേണ്ട രീതിയിൽ കിട്ടി വളരുന്ന മനസ്സാണ് ആരോഗ്യമുള്ള മനസ്സ്. ഇങ്ങനെ ആരോഗ്യമുള്ള മനസ്സിന് ഒരു വ്യക്തി എത്ര താഴ്ത്തിക്കെട്ടിയാലും കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും വേദനിപ്പിച്ചാലും ഈ മനസ്സിനെ മുറിപ്പെടുത്താൻ പറ്റിയല്ല. ആ മുറിപ്പെടുത്താൻ പറ്റിയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പറയാവോ? വെറുതെ പറ. ഏറ്റവും വലിയ തെളിവാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ കാര്യം? ഈ ലോകത്തിൽ ഏത് മനുഷ്യ വ്യക്തിയേക്കാളും ഏറ്റവും കൂടുതൽ അപമാനിച്ചത് ഈശോടെയാണോ? നിന്ദിച്ചത് ഈശോടെയാണോ? മുഖത്ത് തുപ്പിയത് ഈശോടെയാണോ? കരണത്തടിച്ചത് ഈശോടെയാണോ? കുരിശിൽ തറച്ചത് ഈശോടെയാണോ? ഇത് മുഴുവൻ ചെയ്തിട്ടും ഈശോയുടെ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? മുറിവേൽപ്പിക്കാൻ പറ്റിയില്ല. മുറിവേൽക്കാത്തവനെ മറ്റുള്ളവരുടെ മുറിവിനെ ഏറ്റെടുത്ത് സൗഖ്യം നൽകാൻ പറ്റുള്ളൂ. മുറിവിനെ കുറിച്ച് അറിയുന്നവനെ മറ്റുള്ളവരുടെ മുറിവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് ശ്രദ്ധിച്ചോ, ഒരു വ്യക്തിയുടെ മനസ്സ് മുറിവേറ്റാൽ ആ മുറിവേറ്റ മനസ്സുള്ള വ്യക്തി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മുറിവേറ്റ ആന മറ്റ് ആനകളെ, മറ്റ് മൃഗങ്ങളെ മുറിവേൽപ്പിക്കും. അപ്പോൾ മുറിവേറ്റ മനുഷ്യൻ മറ്റ് മനുഷ്യ വ്യക്തികളെ മുറിവേൽപ്പിക്കും. മുറിവേൽപ്പിക്കാത്തവൻ, മുറിവുകളെ ഏറ്റെടുക്കവൻ, മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്നവൻ, അവൻ യേശുക്രിസ്തു. അവനാണ് മുറിവേൽക്കാതെ എല്ലാവരുടെയും മുറിവിനെ ഏറ്റെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോരം മുറിവേൽക്കാൻ നോക്കിയിട്ട് മുറിവേൽപ്പിക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലകളെ എൻ്റെ ജീവിതത്തിൽ ആരെല്ലാം എന്നെ കുറ്റപ്പെടുത്തി കളിയാക്കി താഴ്ത്തിക്കെട്ടി എങ്ങനെയെല്ലാം മുറിവേൽപ്പിച്ചാൽ ഇതാ അവൻ ആ മുറിവിനെ ഏറ്റെടുക്കും. എനിക്ക് ആ മുറിവുകൾക്ക് സൗഖ്യം നൽകും. തിരിച്ചറിയൂ പ്രിയപ്പെട്ടവരെ, ഈ തളർവാദ രോഗി ഈശോയുടെ മുമ്പിൽ കടന്നപ്പോൾ അവൻ ഏറ്റവും ആദ്യം ഈശോ അവനെ വിളിച്ച പേരാണ് എന്താണെന്നറിയാവോ? ആ മകനെ എന്ന വാക്കിലൂടെ ഈശോ അവന് കൊടുത്ത സൗഖ്യത്തിൻ്റെ പേരാണ്. മകനെ എന്ന വാക്കിലൂടെ ഈശോ അവന് കൊടുത്ത സൗഖ്യത്തിൻ്റെ പേരാണ്, അറിയത്തില്ലെങ്കിൽ എഴുതി വെച്ചു, ആന്തരിക സൗഖ്യം. ഹല്ലേലൂയ. ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുന്നതിനെയാണ് ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് അവന് ഏറ്റവും ആദ്യം ഈശോ ആന്തരിക സൗഖ്യം കൊടുത്തു? കൊണ്ടുവന്ന് എന്തിനാ? തളർവാദ രോഗം മാറാൻ വേണ്ടിയിട്ട്.
തളർവാദ രോഗം മാറാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നവന് യേശു ഏറ്റവും ആദ്യം കൊടുത്ത സൗഖ്യത എന്താ? ഏറ്റവും ആദ്യം ആന്തരിക സൗഖ്യം കൊടുക്കാൻ കാരണം എന്താണെന്നറിയാമോ? മനസ്സും എന്ത് തമ്മിൽ ബന്ധമുണ്ട്? ആത്മാവും തമ്മിൽ ബന്ധമുണ്ട്. മനസ്സും എന്തും തമ്മിൽ ബന്ധമുണ്ട്? ശരീരവും തമ്മിൽ ബന്ധമുണ്ട്. മനസ്സും എന്തും തമ്മിൽ ബന്ധമുണ്ട്? സ്വഭാവം തമ്മിൽ ബന്ധമുണ്ട്. മനസ്സും എന്തും തമ്മിൽ ബന്ധമുണ്ട്? ജീവിതവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ എന്ത് കിട്ടണം? മനസ്സിന്റെ മുറിവ് സുഖപ്പെട്ട് കിട്ടിയാലേ അവൻ എന്ത് ചെയ്യാതെ ജീവിക്കാൻ പറ്റും? പറ. പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ മനസ്സ് മുറിവേറ്റ മനസ്സാണെങ്കിൽ അവൻ പാപം ചെയ്തിരിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ പല പ്രാവശ്യം കുമ്പസാരിച്ചു, പക്ഷേ പാപം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. പാപം ചെയ്യാലാ എന്ന് തീരുമാനമെടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പറ്റാത്തതിന്റെ കാരണം നിന്റെ മനസ്സിന്റെ മുറിവ് സുഖപ്പെടാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈശോയ്ക്ക് അറിയാം, ഇവനുണ്ടല്ലോ, ഇവന്റെ ശരീരത്തിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തി ഇവനെ വിട്ടു കഴിഞ്ഞാൽ ഇവന് വീണ്ടും രോഗം വരും. ഇവന്റെ ശരീരത്തിലെ രോഗം സുഖപ്പെടുത്തി വിട്ടു കഴിഞ്ഞാൽ ഇവൻ വീണ്ടും പാപം ചെയ്യും. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് ഇവനിനി ഒരിക്കലും പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ, ഇവനിനി ഒരിക്കലും ശരീരത്തിൽ രോഗം വരാതെ ജീവിക്കണമെങ്കിൽ, ഇവന്റെ സ്വഭാവത്തിലെ വൈകല്യം മുഴുവൻ മാറണമെങ്കിൽ ഞാൻ ഇവന് ഏറ്റവും ആദ്യം എന്ത് സൗഖ്യം കൊടുക്കണം? അവന്റെ ആന്തരിക സൗഖ്യം കൊടുക്കണം. അപ്പോൾ കേൾക്ക്, അവൻ്റെ മനസ്സ് അന്ന് വരെ ആരിൽ നിന്നെല്ലാമാണോ സ്നേഹം കിട്ടേണ്ടിയിരുന്നത് സ്നേഹം കിട്ടിയിട്ടില്ല, അംഗീകാരം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, പ്രോത്സാഹനം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, അഭിനന്ദനം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. അങ്ങനെ മനുഷ്യ വ്യക്തികളിൽ നിന്ന് കഴിഞ്ഞ നാളുകളിൽ അവന് വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ ലഭിക്കേണ്ട കാര്യം ലഭിക്കാത്തത് മൂലം അവൻ്റെ മനസ്സ് എന്തായി? മുറിവേറ്റ മനസ്സായി. ഈ മുറിവേറ്റ മനസ്സിന് സൗഖ്യം നൽകാൻ ഈശോയ്ക്ക് ഒരു വാക്ക് മതി. ഹല്ലേലൂയ. അന്ന് വരെ അവന് ഏതെല്ലാം വ്യക്തികളിൽ നിന്നാണോ, അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ജീവിത പങ്കാളിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, ആരെന്നെല്ലാമാണോ അവന് സ്നേഹം കിട്ടേണ്ടിയിരുന്നത് സ്നേഹം കിട്ടിയിട്ടില്ല, അംഗീകാരം കിട്ടേണ്ടിരുന്നത് കിട്ടിയിട്ടില്ല, പ്രോത്സാഹനം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, അഭിനന്ദനം കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല, നല്ല വാക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. ഈ കിട്ടാത്തത് മുഴുവൻ അവൻ്റെ മനസ്സിൽ മുറിവായി തീർന്നെങ്കിൽ, അങ്ങനെ മനസ്സിന് മുറിവേറ്റ ആ മനുഷ്യ വ്യക്തിക്ക് ഈശോ ഒരൊറ്റ നിമിഷം കൊണ്ട് സൗഖ്യം കൊടുത്തു. ആ കൊടുത്ത സൗഖ്യത്തിന്റെ പേരാണ് ആന്തരിക സൗഖ്യം. അതിനുവേണ്ടി ഉപയോഗിച്ച വാക്കാണ് മകനെ. പറയൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാവോ? എൻ്റെ മനസ്സിൻ്റെ മുറിവ് എത്ര വർഷങ്ങളായിട്ട്, നാളുകളായിട്ട് ആഴത്തിലുള്ളതാണെങ്കിലും ആ മനസ്സിൻ്റെ മുറിവിനെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് കഴിയും. പറയൂ. ഈശോയ്ക്ക് ഒരു വാക്ക് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് മതി. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിച്ച വാക്കാണ് മകനെ. ആ ഒരു വാക്കുകൊണ്ട് അവൻ്റെ മനസ്സിൻ്റെ മുറിവിനെ മുഴുവൻ സുഖപ്പെട്ട് കിട്ടിയപ്പോൾ അടുത്ത ഉപയോഗിച്ച വാക്കാണ് ധൈര്യമായിരിക്കുക. ധൈര്യമായിരിക്കുക എന്ന് ആരോടാ പറയണേ? തളർവാദ രോഗിയാണല്ലോ. ആരോടാ പറയണേ? പേടിച്ചിരിക്കുന്നവനോടാണ് പറയുന്നത്. എടാ നീ പേടിക്കണ്ടടാ, ധൈര്യമായിരിക്കും. ആണോ? രോഗം മൂലം വിഷമിച്ചിങ്ങനെ ഭയപ്പെട്ട് കിടക്കുന്ന രോഗിയോട് പറയും, ക്യാൻസർ പേടിക്കണ്ടെന്ന്, നിന്റെ ക്യാൻസർ രോഗം മാറും, നിന്റെ ട്യൂമർ രോഗം മാറും, നിന്റെ തളർവാദം മാറും, നിന്റെ കടബാധ്യ മാറും, നിന്റെ നഷ്ടം മാറും, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് പടങ്ങിപ്പോയെന്ന് വിചാരിച്ചാൽ നീ വിഷമിക്കണ്ട, നീ ധൈര്യമായിരിക്കും, ശരിയാകും. ഹല്ലേലൂയ. നീ കടബാധ്യതയാണെന്ന് വിചാരിച്ചാൽ നീ ആത്മഹത്യ കൊണ്ട് ശരിയാകും. നിനക്ക് ജോലി കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ നീ വിഷമിക്കേണ്ട, കിട്ടും. അതുകൊണ്ട് നീ പേടിക്കേണ്ട. എന്ത് ചെയ്യണം? ധൈര്യമായിരിക്കും. അപ്പൊ പേടിച്ചിരിക്കുന്നവനോടാണ് ധൈര്യമായിരിക്കുന്നത്. ഈ ഭയം എന്നുള്ളത് എന്താണ്? ഭയം എന്നുള്ളത് സ്വഭാവത്തിലെ ഒരു വൈകല്യമാണ്. ആണോ അല്ലയോ? പേടി എന്നുള്ളത് സ്വഭാവത്തിലെ വൈകല്യമാണ്. എന്താ കാരണം? ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒന്നിച്ച് നോക്കിക്കഴിഞ്ഞാൽ 365 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആർക്കാണ് പേടി ഉണ്ടാകുന്നത്? കർത്താവ് കൂടെ ഉള്ളവരെ പേടി ഉണ്ടായല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് നീ ധൈര്യമായിരിക്ക്. നിന്റെ കടബാധ്യോ രോഗമോ നഷ്ടം ഒന്നും നിന്നെ തള്ളിക്കളയാൻ മാറ്റാൻ പറ്റിയല്ല. നീ പേടിക്കേണ്ട, ധൈര്യമായിരിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നറിയോ? അവന്റെ സ്വഭാവത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന വൈകല്യങ്ങൾ മുഴുവൻ മാറ്റിക്കൊടുത്തു. ഒരെണ്ണം മാത്രമല്ല, അവൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന സകല വൈകല്യങ്ങളും മാറ്റിക്കൊടുത്തു എന്നുള്ളതിൻ്റെ ഉറപ്പിന് വേണ്ടി ഉപയോഗിച്ച വാക്കാണ് ധൈര്യമായിരിക്കുക. മനസ്സിൻ്റെ മുറിവ് സുഖപ്പെട്ടാൽ
സ്വഭാവത്തിൽ വൈകല്യം മാറും. മനസ്സിലായോ? ഇനി മൂന്നാമത് പറഞ്ഞ കാര്യം എന്താ? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് യേശു ഏറ്റവും ആദ്യം പാപം ക്ഷമിച്ചു കൊടുക്കാത്തതിന് കാരണം എന്താ? കാരണം അറിയാമോ? മനസ്സിൻ്റെ മുറിവ് സുഖപ്പെട്ടില്ലെങ്കിൽ പാപം ക്ഷമിച്ചു കൊടുത്തു എന്ന് വിചാരിച്ച് അവന് പാപം ചെയ്യാതിരിക്കാൻ പറ്റിയാൽ വീണ്ടും പാപം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അതായത് അവൻ്റെ പാപം വീണ്ടും ചെയ്യും. ഞാൻ ഇന്ന് ക്ഷമിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അവൻ വീണ്ടും ചെയ്യും. വീണ്ടും ചെയ്യാതിരിക്കണമെങ്കിൽ ഈ പാപം ചെയ്യാൻ ഇടയായിത്തീർന്ന, പ്രേരണയായിത്തീർന്ന ഏത് മാറണം? മനസ്സിൻ്റെ മുറിവ് മാറണം. അതുകൊണ്ടാണ് അവൻ ആന്തരിക സൗഖ്യം കൊടുത്തതിന് ശേഷം പാപമോചനം കൊടുത്തത്, പിന്നീട് ഒരിക്കലും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം മനസ്സിലായോ? ഇനി അടുത്തെന്താ പറഞ്ഞത്? എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. എന്താ കൊടുത്തത്? ശാരീരിക സൗഖ്യം. എന്താ കൊടുത്തത്? ശാരീരിക സൗഖ്യം. അപ്പം എന്ത് കിട്ടി? ശാരീരിക സൗഖ്യം കിട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കട്ടിലേൽ എടുത്തോണ്ട് വന്ന ആൾക്കാർ പുറത്ത് കിടപ്പുണ്ട്, പുറത്തിരിപ്പുണ്ട്. ഇവനെവിടെ കിടത്തിയിട്ടേ ഇതാ ഇവൻ കട്ടിലെടുത്ത് ചുമക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം മുമ്പിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ മാറിക്കൊടുത്തു. അപ്പം എന്താ ഈ കണ്ടവരെല്ലാം എന്താ കണ്ടത്? ഇവന് തളർവാദ രോഗം മാറുക മാത്രമല്ല ചെയ്തത്, പിന്നെയോ പൂർണ്ണ ആരോഗ്യം കിട്ടി. ഹല്ലേലൂയ. അവൻ കിടക്കയുമെടുത്ത് നടന്നതിൻ്റെ കാരണം എന്താ? അവന് പൂർണ്ണ ആരോഗ്യം കിട്ടി. മനസ്സിൻ്റെ മുറിവ് സുഖപ്പെടുന്ന വ്യക്തിക്ക് ശരീരത്തിൻ്റെ എല്ലാ മേഖലകളിലും പൂർണ്ണ ആരോഗ്യം കിട്ടും എന്ന് ഉറപ്പ് കർത്താവ് തരിക നമുക്ക്. ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് നിന്റെ മനസ്സിൻ്റെ മുറിവ് സുഖപ്പെട്ടാൽ നിനക്ക് ക്യാൻസർ രോഗമുണ്ടോ, ട്യൂമർ രോഗമുണ്ടോ, തളർവാദ രോഗമുണ്ടോ, കിഡ്നി രോഗമുണ്ടോ, നടുവിൻ്റെ വേദനയുണ്ടോ, പുറത്തിൻ്റെ വേദനയുണ്ടോ, എന്തെല്ലാം വേദന ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ശരീരാവയവങ്ങളുണ്ടോ, അത് മുഴുവൻ ഈ ആന്തരിക സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ മാറൂന്ന് കർത്താവ് പറഞ്ഞറിയാവുന്ന ഇവനെ കൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ കാണ്, ഞാൻ ഈ കട്ടിലും എടുത്തുകൊണ്ട് നടക്കുന്ന കാണ്. ബൈബിളിലെ ഓരോ വചനവരികൾക്കിടയിലും ഈ പൂർണ്ണ ആരോഗ്യം പ്രാപിച്ച് കട്ടിലും എടുത്തുകൊണ്ട് നടക്കുന്നവൻ എതിലൂടെയാണ് നടക്കുന്നത്? പറ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ മലയാള ധ്യാന ഹാളിലെ സ്റ്റേജിന്റെ മുമ്പിലൂടെയാണ് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യം പ്രാപിച്ച ആ തളർവാദ രോഗി നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഞാനും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. എന്തിനു കാണണം? ആ തളർവാദ രോഗിയെപ്പോലെ എൻ്റെ ഇന്നലകളെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ചില അനക്കാൻ പറ്റാത്ത ശരീരാവയവങ്ങളുണ്ട്, എൻ്റെ ആരോഗ്യം കുറഞ്ഞ ശരീരാവയവങ്ങളുണ്ട്, ബുദ്ധിമുട്ടുള്ള ശരീരാവയവമുണ്ട്. മോനെ മോളെ നീ വിഷമിക്കണ്ട, നീ എന്നെ കണ്ടോ. ഈശോ ഒരു വാക്കേ പറഞ്ഞോളൂ, എനിക്ക് എന്തെല്ലാം കിട്ടിയെന്നറിയോ? എനിക്ക് ആന്തരിക സൗഖ്യം കിട്ടി, സ്വഭാവത്തിലെ വൈകല്യം മാറി, എൻ്റെ ശാരീരിക സൗഖ്യം കിട്ടി, പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റി. ഇതാ ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെയാ? ദുഃഖിച്ച കട്ടിലെടുത്തോണ്ട് അവൻ പോയത് എങ്ങനെയാ? കട്ടിലെടുത്തോണ്ട് അവൻ പോയതുണ്ടല്ലോ, ഒരു കയ്യിൽ കട്ടിലെ പിടിക്കും, മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ വീശി കാണിക്കും. കണ്ടോ, ഞാൻ നല്ല സന്തോഷവാനാ, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാ. ഹല്ലേലൂയ. ഇനി എന്റെ തലയിലിരിക്കുന്ന കട്ടില ഞാൻ കൈ തൊട്ടില്ലെങ്കിൽ വീഴിയല, കാരണം ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. സഹോദര സഹോദരി, മനസ്സിലാക്കണം, നിന്റെ മുറിവേറ്റ മനസ്സിനെ ആരോഗ്യമുള്ള മനസ്സാക്കി കർത്താവ് മാറ്റും. മുറിവേറ്റ മനസ്സിനെ ആരോഗ്യമുള്ള മനസ്സാക്കി മാറ്റുമ്പോൾ നിനക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. നിനക്ക് ശരീരത്തിൽ പൂർണ്ണമായിട്ടുള്ള ശക്തി, സ്വഭാവത്തിൽ വൈകല്യമില്ലാത്ത സ്വഭാവ ഗുണം, ജീവിതത്തിൽ നഷ്ടവും ലാഭവും പരാജയം എല്ലാം ഉണ്ടാവും. പക്ഷേ അവിടെ എല്ലാം നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അഭിഷേകം ഇത് മുഴുവൻ നിന്റെ കർത്താവ് നിനക്ക് തരും.